പ്രതിസന്ധികൾക്കുമേൽ പ്രതിസന്ധി. എന്തു ചെയ്യണമെന്നറിയാതെ ശ്രീനയുടെ ജീവിതം തന്നെ ചോദ്യചിഹ്നമായി മാറുകയാണ്. ജീവിത പ്രതിസന്ധിയിൽ തളർന്നുപോയ ഒരു സാധാരണ പെൺകുട്ടിയിൽ നിന്ന് പാലാക്കൽ കാട്ടൂക്കാരൻ വീട്ടിൽ ശ്രീന പ്രതാപൻ വളർന്നത് ശതകോടീശ്വരനിലേക്കാണ്. പരീക്ഷണ ഘട്ടത്തെ നേരിടാനാകാതെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ച് അതിലും പരാജയപ്പെട്ട ശ്രീന പിന്നീട് ജയിച്ചു ജീവിക്കാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ അവർ 1000 കോടിയോളം വാർഷിക വരുമാനമുള്ള ഹൈറിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മേധാവിയായി. പിന്നാലെ GST വകുപ്പും പോലീസും EDയും എത്തി. 2 തവണ ഭർത്താവും ഹൈറിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ CMDയുമായ KD പ്രതാപൻ അകത്തുപോയി. ഇനി ശ്രീനയും അറസ്റ്റിലാകാൻ സാധ്യതയേറെയാണ്. ഇതൊഴിവാക്കാനാണ് രണ്ടുപേരും കൂടി EDയെ വെട്ടിച്ച് കാറിൽ കുതിച്ചു പാഞ്ഞത്. ഈ പ്രതിസന്ധിയെ എങ്ങനെ ശ്രീന മറികടക്കുമെന്നതാണ് നിർണായകം. 21 വയസ്സുള്ളപ്പോൾ ഭർത്താവ് ജോലി ചെയ്ത ധനകാര്യ സ്ഥാപനത്തിലുണ്ടായ പ്രതിസന്ധിയാണ് ശ്രീനയുടെ ജീവിതം മാറ്റിമറിച്ചത്. മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാതെയായതോടെയാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. അച്ഛൻ തക്ക സമയത്ത് വന്നതോടെ ആ ശ്രമം പരാജയപ്പെട്ടു. കഴുത്തിൽ ഇപ്പോഴും അതിന്റെ പാടവശേഷിക്കുന്നു. പിന്നീട് അങ്ങോട്ട് വാശിയായിരുന്നു. സ്വന്തമായി ചെറിയ വീടുകൾ നിർമ്മിച്ചു നൽകി. അതിനുവേണ്ടി പണിയായുധങ്ങൾ ചുമന്നുവരെ എത്തിച്ചു. പിന്നെ നിർമ്മാണ കമ്പനിയുടെ ഉടമയായി. ഹൈറിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനിയെ വളർത്തിക്കൊണ്ടുവന്നു. ഭർത്താവും സഹായിയായി. പിന്നെ വീണ്ടും പ്രതിസന്ധി എത്തിയത് 2023-ലാണ്. 2024-ന്റെ തുടക്കത്തിൽ കേന്ദ്ര ഏജൻസിയും ഈ ദമ്പതികളുടെ തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറന്നു. ഏതായാലും ശ്രീനയുടെ കഥ ഞെട്ടിക്കുന്നതാണ്. മുമ്പും സാമ്പത്തിക കുറ്റകൃത്യത്തിൽ പ്രതാപൻ പെട്ടിട്ടുണ്ട്. ഇതെല്ലാം വീണ്ടും ചർച്ചയാവുകയാണ്. ഭർത്താവിനൊപ്പം സന്തോഷത്തോടെ ജീവിതം മുന്നോട്ടു പോകുമ്പോൾ 2011-ലാണ് ഇടുത്തി പോലെ ദുരന്തങ്ങൾ തലപൊക്കിയത്. ഭർത്താവ് KD പ്രതാപൻ ജോലി ചെയ്തിരുന്ന കമ്പനി ലീഗൽ പ്രശ്നങ്ങളുടെ പേരിൽ പൂട്ടേണ്ടി വന്നു. 4-5 പാർട്ട്ണർമാർ ഒരുമിച്ച് നടത്തിയ കമ്പനിയായിരുന്നു അത്. ഒരു രാഷ്ട്രീയ പാർട്ടി കൊടുത്ത കേസിനെ തുടർന്നുണ്ടായ സർക്കാർ ഇടപെടലിൽ ട്രേഡിംഗ് കമ്പനി പൂട്ടേണ്ടി വന്നു. 1.5 കോടി രൂപയ്ക്ക് മുകളിൽ കടം വന്ന് ജീവിതം വഴിമുട്ടി. 21 വയസ്സ് മാത്രം പ്രായമുള്ള ശ്രീന പകച്ചു നിന്നു. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ആർക്കിടെക്റ്റായി ജോലി ചെയ്യുകയായിരുന്നു ശ്രീന. കടം പെരുകിയതോടെ പണം കൊടുക്കാനുള്ളവർ ദിവസവും വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. പലരും കേസ് കൊടുത്തതോടെ ഭർത്താവ് ജയിലിലുമായി. ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് ശ്രീനയെ പുറത്താക്കി. പതിവ് പോലെ കടക്കാരുടെ ശല്യം തുടർന്നുകൊണ്ടേയിരുന്നു. ഒരാൾ വീട്ടിൽ വന്ന് ബഹളം വെച്ചു. കയ്യിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ ശ്രീനയുടെ കഴുത്തിൽ കിടന്നിരുന്ന 3.5 പവന്റെ താലിമാലയിലായിരുന്നു അയാളുടെ കണ്ണ്. മാല ആവശ്യപ്പെട്ടപ്പോൾ ശ്രീന ഊരിക്കൊടുത്തു. അതിൽ കൊരുത്ത താലി മാത്രം ശ്രീന അയാളോട് തിരികെ ആവശ്യപ്പെട്ടു. 1/2 പവന്റെ കാശ് പോവില്ലേ എന്ന് പറഞ്ഞ് അയാൾ അത് തിരികെ നൽകാൻ തയ്യാറായില്ല. കെട്ടുതാലി നഷ്ടപ്പെട്ട വേദന താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. ജീവൻ ഒടുക്കാൻ ശ്രമിച്ചപ്പോൾ ശ്രീനയുടെ അച്ഛൻ ദേഷ്യത്തിൽ മുഖത്താഞ്ഞടിച്ചു. ആ അടിയിൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും വരെ രക്തം തെറിച്ചു. പിന്നെ വാശിയായി. ആ വാശിയാണ് ഹൈറിച്ചിനെ വളർത്തിയെടുത്തത്. വാട്സപ്പ് ഗ്രൂപ്പ് വഴി പരിമിതമായ അളവിൽ പലവ്യഞ്ജനങ്ങളും മറ്റും കച്ചവടം ചെയ്താണ് ശ്രീന തുടങ്ങിയത്. ഇന്ത്യയിലെ ആദ്യ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് തന്റെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന് ശ്രീന പറയുന്നു. 610 സൂപ്പർ മാർക്കറ്റുകൾ ഇപ്പോൾ ഉണ്ട്. 1.57 കോടി ഉപഭോക്താക്കളുള്ള ഹൈറിച്ച് ഗ്രൂപ്പിന്റെ CEO ആണ് ശ്രീന ഇപ്പോൾ. ഈ കമ്പനി വിവിധ മേഖലകളിൽ വ്യാപാരം നടത്തുന്നുണ്ട്. ഫാം സിറ്റി, ക്രിപ്റ്റോ കറൻസി, സൂപ്പർ മാർക്കറ്റുകൾ, HR OTT, HR സ്യൂട്ടിംഗ്, HR മാട്രിമോണി, സ്മാർട്ട് ടെക് IT കമ്പനി, HR പ്രൊഡക്ഷൻസ് എന്നിവയാണിത്. എന്നാൽ ഇതിനെല്ലാം പിന്നിൽ വമ്പൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഉണ്ടെന്നാണ് ED പറയുന്നത്. GSTയിൽ കണ്ടെത്തിയ തട്ടിപ്പുകൾ പുതിയ മാനം നൽകി പോലീസ് അന്വേഷണവും റിപ്പോർട്ടും വന്നു. അങ്ങനെ പ്രതാപനും ശ്രീനയും മുങ്ങുകയായിരുന്നു. 2016-ൽ തൃശൂരിലെ കണിമംഗലത്ത് 150 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയ ഹൈറിച്ച് അതിവേഗം വളർന്നു വന്നു. ഹൈറിച്ച് ഗ്രൂപ്പിന്റെ UK ആസ്ഥാനമായ കമ്പനിയായ ഹൈറോക്സിന് കീഴിലുള്ള HRC ക്രിപ്റ്റോ കറൻസിയും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ വർഷം $2 ലോഞ്ച് ചെയ്തതെങ്കിൽ ഇപ്പോൾ $10 വിൽപ്പന മൂല്യം. ബിറ്റ്കോയിന്റെ ചരിത്രത്തിൽ HRC കോയിൻ ചരിത്രം സൃഷ്ടിച്ചുവെന്നും വാർത്ത വന്നിരുന്നു. 1.60 കോടിയിലേറെ കസ്റ്റമർ ബാക്കപ്പ് ഉണ്ടെന്ന് അവകാശപ്പെട്ട പ്രതാപന്റെയും ശ്രീനയുടെയും ജീവിതം വീണ്ടും പ്രതിസന്ധിയിലാവുകയാണ്.
ആർക്കിടെക്ട്, ഓൺലൈൻ സംരംഭക, സാമൂഹ്യ പ്രവർത്തക, മോഡൽ എന്നിങ്ങനെ പല മേഖലകളിൽ കൈവച്ച ശ്രീനയും പ്രതാപനൊപ്പം ഒളിവിലാണ്. 2011 പ്രതിസന്ധി കാലത്ത് ഹൃദ്രോഗിയായ അച്ഛനും തുണിക്കടയിൽ ജോലി ചെയ്യുന്ന അമ്മയും കൂടി 1.5 കോടിയുടെ കടം എങ്ങനെ വീട്ടുമെന്ന ചിന്തയായിരുന്നു ശ്രീനയുടെ മനസ്സിൽ. ഭർത്താവ് ജയിലിലും. ശ്രീന പഠിച്ചത് തന്നെ ജീവിതത്തിൽ പയറ്റി. വീടുകൾ പണിതു നൽകാൻ തീരുമാനിച്ചു. കല്ലും മുള്ളും നിറഞ്ഞ വഴികൾ ചവിട്ടി സമ്പന്നതയുടെ ശ്രീകോവിലേക്കുള്ള തീർത്ഥയാത്രയായിരുന്നു അതെന്ന് മാധ്യമങ്ങളിലൂടെ ശ്രീന വിശദീകരിച്ചു. 2024 മട്ടാഞ്ചേരി മ്യൂസിക് ക്ലബ് എന്ന ആദ്യ ബിഗ് ബഡ്ജറ്റ് സിനിമ HR പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീന പ്രതാപൻ പുറത്തിറക്കുന്നുവെന്നും വാർത്തകളെത്തി. RS വിമലിന്റെ പുതിയ സിനിമ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് ശ്രീനയെന്നും കേരള കൗമുദി അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. കുടുംബ ചിത്രങ്ങളുടെ പ്രതാപകാലമാണ് ലക്ഷ്യം. അപ്പോഴും പ്രതിസന്ധികളുണ്ടായി. ശ്രീനയ്ക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് മദർ തെരേസ പുരസ്കാരം ലഭിച്ചത്. ശ്രേഷ്ഠ വനിതാ പുരസ്കാരവും യങ്ങസ്റ്റ് ബിസിനസ് ഓഫ് വുമൺ ഇൻഡോ അറബ് ബിസിനസ് എക്സലൻസ് അവാർഡും മിസിസ് കേരളയുമെല്ലാം അങ്ങനെ തേടിയെത്തി. ബോഡി ഷേമിങ്ങിന് പലപ്പോഴും ഇരയായപ്പോൾ 2020 മിസിസ് കേരള പട്ടം നേടിയാണ് പരിഹാസങ്ങൾക്ക് മറുപടി നൽകിയത്. അഴകളവുകൾ എങ്ങും എത്താത്തവർക്കും സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാമെന്ന ആത്മവിശ്വാസം നൽകാൻ വേണ്ടിയാണ് മത്സരത്തിൽ പങ്കെടുത്തതെന്ന് ശ്രീന പറഞ്ഞിരുന്നു. പിന്നീട് തൃശൂർ ഫാഷൻസ് ഇവന്റ് സംഘടിപ്പിച്ചു. ലാക്മേ ഫാഷൻ വീക്കിൽ സെലക്ഷൻ കിട്ടി. എക്സ്പ്രഷൻസ് മീഡിയ സംഘടിപ്പിച്ച മിസിസ് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ സൗന്ദര്യ മത്സരത്തിലെ വിജയപട്ടത്തിൽ നിന്നാണ് സിനിമയിലേക്ക് ചേക്കേറിയത്. ഇതിനിടെയാണ് കമ്പനി വീണ്ടും വിവാദത്തിൽപ്പെടുന്നത്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഉടമകൾ രക്ഷപ്പെട്ടതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു. തൃശൂരിൽ ഹൈറിച്ച് ഉടമകളുടെ വീട്ടിൽ ED റെയ്ഡിന് തൊട്ടു മുമ്പാണ് കമ്പനി MD KT പ്രതാപനും ഭാര്യയും കമ്പനി CEOയുമായ ശ്രീന പ്രതാപൻ, ഡ്രൈവർ സരൺ എന്നിവർ ജീപ്പിൽ കടന്നു കളഞ്ഞത്. ഇവർക്കായി സംസ്ഥാന വ്യാപകമായി ജാഗ്രതാ നിർദ്ദേശം നൽകാൻ ED ഉദ്യോഗസ്ഥർ പോലീസിനോട് ആവശ്യപ്പെട്ടു. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പിൽ കമ്പനി ഉടമ പ്രതാപന്റെ വീട്ടിൽ ED ഉദ്യോഗസ്ഥരുടെ റെയ്ഡ് നടക്കുകയും ചെയ്തു. ED ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപാണ് പ്രതാപനും ഭാര്യയും ഇവിടെ നിന്ന് വാഹനത്തിൽ കടന്നു കളഞ്ഞതെന്നാണ് വിവരം. ഹൈറിച്ച് കമ്പനി 100 കോടിയോളം രൂപ വിദേശത്തേക്ക് കടത്തിയെന്ന പരാതിയിലാണ് ED പരിശോധന നടത്തുന്നത്. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈറിച്ച് കമ്പനി നടത്തിയത് 1630 കോടി രൂപയുടെ തട്ടിപ്പാണെന്ന് നേരത്തെ പോലീസ് റിപ്പോർട്ടിലും സൂചിപ്പിച്ചിരുന്നു. ഓൺലൈൻ ഷോപ്പിംഗിന്റെ മറവിൽ മണി ചെയിൻ തട്ടിപ്പാണെന്നാണ് തൃശൂർ കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. ഇത് കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പാകാൻ സാധ്യതയുണ്ടെന്നും ക്രിപ്റ്റോ കറൻസി ഇടപാടടക്കം നിരവധി അനുബന്ധ സ്ഥാപനങ്ങളും കമ്പനിക്കുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം 126 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി നേരത്തെ GST വകുപ്പ് കണ്ടെത്തിയിരുന്നു. നികുതി വെട്ടിപ്പിൽ കമ്പനി ഡയറക്ടറായ കോലാട്ട് പ്രതാപൻ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ കമ്പനിയുടെ സ്വത്ത് താൽക്കാലികമായി മരവിപ്പിക്കാൻ ബഡ്സ് ആക്ട് കോമ്പിറ്റന്റ് അതോറിറ്റി എല്ലാ ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകിയിരുന്നു.